ചരിത്രം കഥ പറയുന്ന കൊണ്ടോട്ടി പട്ടണത്തിന്റെ കേളിക്കേട്ട നേർച്ച. അതാണ് നമ്മളെ കൊണ്ടോട്ടി നേർച്ച. ഏപ്രിൽ 9-ാം തീയതി കൊണ്ടോട്ടി നേർച്ചയ്ക്ക് കൊടി കയറും മക്കളെ. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ കാണാത്തവർക്കാണ് വിട്ടുകൊടുത്താളി, പെട്ടെന്ന് എത്തിക്കോട്ടെ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇങ്ങക്ക് നന്ദി. അല്ല, ഏപ്രിൽ 9 ബുധനാഴ്ച ആയിരിക്കും കൊടികയറ്റ ദിവസമായിട്ട് വരിക. അപ്പോൾ കൊണ്ടോട്ടി നേർച്ചയിൽ എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിനെ അതിന് ഒഴിവാക്കി നിർത്തുന്നില്ല. ഒരു മുതൽ കൊണ്ടോട്ടിയിലുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അതിനോട് ചുറ്റപ്പെട്ടുള്ള ആൾക്കാരും ഈ ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ് അതിന് പ്രത്യേക ഒരു സ്വഭാവമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നേർച്ചമാര് ഇത്ര വിപുലമായി മതസൗഹാർദ്ദവും മതവും അതേപോലെ കൊടിയേരം കയറ്റാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വാല് 10-ന് അതിന് മുമ്പ് സ്ഥാനത്തൊരാൾ ഇരിക്കണം. ഇരുന്നിട്ടതിന് കൈയടിക്കേണ്ട ആവശ്യമുണ്ട്. ചന്ദനത്തിലേക്ക് കൈ മുക്കിയിട്ട് 35 ഇങ്ങനെ 33 ഒരാൾ എണ്ണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മോദി സേക്കിൻ്റെ പേരിൽ വരെ പേരൊക്കെ കയറ്റൊരു കൊടിയാണിത്. പണ്ട് ഇവിടെ വസൂരിയൊക്കെ വന്നപ്പോൾ അത് മാറാൻ വേണ്ടി ചെയ്ത ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മോദി സാഹിബ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ നിൽക്കേണ്ടത്. പിന്നെ അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളിത് 14 വർഷമായിട്ട് നേർച്ച നടന്നിട്ടില്ല എന്നുള്ള കൊണ്ടുപോട്ടിക്കാർക്ക് അറിയാം. ാനുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ കൂടിച്ചേർന്നിരിക്കുന്നത്. സാങ്കേതികമായ ചില തടസ്സം കൊണ്ട് അത് നീട്ടിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ ചില ആളുകൾ ഇവിടുത്തെ കുഞ്ഞുമോന് അതുപോലെ തന്നെ ഇവരൊക്കെ പറഞ്ഞ് നമുക്ക് കൊണ്ടോട്ടി നേർച്ചൊന്ന് നടത്തിയാൽ തിരക്കടിയില്ല, എന്താ ബാബുവിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാനിത് എന്നോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആളില്ലാത്ത സമയത്ത് ചെണ്ട മുട്ടുന്ന ആളുകളാണ് ഞാനും സലീമൊക്കെ എതിരേൽക്കാൻ. അപ്പം അത് അത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുപ്പുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. പലതവണകളായി ഞങ്ങൾ കോൺഗ്രസ് ഓഫീസിലിരുന്ന് സിറ്റിംഗ് നടത്തി. നമ്മളുടെ ഈ കൊണ്ടോട്ടിയുടെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ അത് കൊണ്ടോട്ടി നേർച്ചയിൽ കൂടെ ഉണ്ടായത്. ഇതര പ്രദേശങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടോട്ടിക്കാരനെന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ള പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ യശസ് അല്ലെങ്കിൽ പ്രശസ്തി ഈ പ്രദേശത്തിൻ്റെ തന്നെ ഉണ്ടായത് ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന ഈ മതേതര ഉത്സവത്തിൽ കൂടെയാണ് എന്നുള്ളതിന് ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല. ആളുകൾക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും നമ്മൾക്കിങ്ങനെ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പട്ടക്കാരുണ്ട്, കുതിരക്ക് വെളിച്ചം കാട്ടുന്ന ആളുകളുണ്ട്, വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന പെട്ടിവരവിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട്, വെള്ളാട്ടറിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, പോരാത്ത കൊടി കയറ്റുന്ന ആളുകളായി ഞങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കൊണ്ടോട്ടിയുടെ ഏറ്റവും വലിയ കൊണ്ടോട്ടിയുടെ നേർച്ചയുടെ സമാപനം എന്നുള്ള നിലക്ക് അതിൻ്റെ പിന്നെ എല്ലാ പൊലിമയും നിലനിർത്തുന്ന തട്ടാന്മാർ അവരും ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. കാരണം മഴൻ്റെ സീസണൊക്കെ ഏതാണ്ട് മെയ് ആകുമ്പോഴത്തേന്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അതിൽ പങ്കെടുത്തതിന് തന്നെ നിർബന്ധമായിട്ട് വരണം നടക്കുക. ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായിട്ട് എല്ലാ ഇനിയെന്നെങ്കിലും നമ്മൾ ഈ സങ്കുചിത മനസ്സുണ്ടല്ലോ അതൊക്കെ നീക്കി വെച്ചിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് യോജിച്ചുകൊണ്ട് ഇതൊരു വമ്പിച്ച വിജയമാക്കണം എന്ന് മാത്രമല്ല അടുത്ത തലമുറ ഇത് എല്ലാ ആളുകൾക്കും അത് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗ നടപടി അവസാനിച്ചതായി അധ്യക്ഷൻ അനുമതിയോടുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം.